അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഖുർആൻ ഷരീഫ് വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ചില അടിമകൾക്ക് വേണ്ടി വാദിക്കും എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില ആളുകൾക്ക് എതിരെ ഖുർആൻ ഷരീഫ് സാക്ഷി നിൽക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഷരീഫ് ചില ആളുകൾക്ക് എതിരെ സാക്ഷി നിൽക്കുന്നതാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തഅല്ലമൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഷരീഫ് പഠിച്ചു, വഅല്ലഖ മുസ്ഹഫ, മുസ്ഹഫിനെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു, വലം യൻദുറു ഫീഹി, അതിലേക്ക് അവൻ നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ യാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മുസ്ഹഫ് ഖിയാമത്ത് നാളിൽ വരും. യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും ഖുർആൻ ഷരീഫ്, യാ റബ്ബൽ ആലമീൻ, ഓ ലോകരക്ഷിതാവായ തമ്പുരാനെ, ഇന്ന ഹാദൽ അബ്ദ, തീർച്ചയായും ഈ നിൽക്കുന്ന അടിമയുണ്ടല്ലോ, ഇത്തഖദനി മഹ്ജൂറ, ഈ അടിമ എന്നെ അവഗണിച്ചവനാണ്. ഖുർആൻ ഷരീഫ് ഒരു അടിമക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. റബ്ബേ, ഈ അടിമ എന്നെ അവഗണിച്ചവനാണ്. ഖുർആൻ ഷരീഫ് ഓതാൻ അറിയാം, എന്നിട്ടും അവൻ ഭദ്രമായി എന്നെ സൂക്ഷിച്ചു വെച്ചു, എന്നെ അവഗണിച്ചു, ഓതിയില്ല, എന്നിലേക്ക് നോക്കിയില്ല. അതുകൊണ്ട് ഫഖ്ലി ബൈനി വ ബൈനഹു, എൻ്റെയും അവൻ്റെയും ഇടയിൽ നീ ഒരു തീരുമാനമെടുക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫ് ചില അടിമകൾക്കെതിരെ സാക്ഷി നിൽക്കും എന്നതാണ്. നാം ആ വിഭാഗത്തിൽ പെടാതിരിക്കാനാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ബഹുമാനികളെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഇനി പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ ഖുർആൻ ഷരീഫ് എടുത്ത് തുറന്നു നോക്കി, നോക്കൽ പോലും ആരാധനയാണ്, ഇബാദത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനോടുള്ള അവഗണന നാം മാറ്റിയേ പറ്റൂ. ഇനി മറ്റൊരു കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ പഠിക്കാനോ പാരായണം ചെയ്യാനോ സമയം നാം കണ്ടെത്തിയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് എതിരെ സാക്ഷിയായിട്ട് വരും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നവരല്ലേ. എന്നാൽ നമുക്കെതിരെ സാക്ഷിയായിട്ട് വന്നാലോ? സൂറത്തുൽ ഫുർഖാൻ്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഖാല റസൂൽ, റസൂൽ പറയും, യാ റബ്ബി, രക്ഷിതാവേ, ഇത്തഖദ ഖൗമി, തീർച്ചയായിട്ടും എൻ്റെ ജനത അവർ ആക്കിയിരിക്കുന്നു, ഹാദൽ ഖുർആന, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആൻ ഷരീഫിനെ, മഹ്ജൂറ, അവഗണയിലാക്കപ്പെട്ടിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരാതി പറയുന്നതാണ്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ എൻ്റെ ജനത അവഗണിച്ചു റബ്ബേ എന്ന് നാളെ ഖിയാമത്ത് നാളിൽ വന്നുകൊണ്ട് നമുക്കെതിരെ സാക്ഷി നിൽക്കുന്നത് നാം ഓരോരുത്തരും ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നതായ നമ്മുടെ നേതാവായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലൂടെ നാം നേടിയെടുത്തതായ ചൈതന്യം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിന് വേണ്ടി ഒരല്പസമയം നാം വിനിയോഗിച്ചേ മതിയാവൂ. ഇല്ലെങ്കിലോ ഖുർആൻ ഷരീഫ് നാളെ നമുക്കെതിരായിരിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്കെതിരായിരിക്കും. പരിശുദ്ധ ഖുർആൻ ഷരീഫിനെ ഒരു കാരണവശാലും നാം അവഗണിക്കരുത്. ഖുർആൻ ഷരീഫിൻ്റെ അഹ്ലുകാരെയും നാം അവഗണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഗുണം കെട്ട പരാജിതരിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും നൽകി അവരുടെ പരീക്ഷകളിലെല്ലാം ഉന്നതമായ വിജയം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ആരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാസ ലോകത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.